ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിലെ പ്രഗത്ഭരായ ഗണിതശാസ്ത്രജ്ഞരിൽ പ്രധാനിയാണ് ശ്രീനിവാസ രാമാനുജൻ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് 1887 ഡിസംബർ 22 മദ്രാസിലെ ഒരു ദാരിദ്ര്യ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. കുപ്പസ്വാമി ശ്രീനിവാസ അയ്യങ്കാർ, കോമളത്തമ്മാൾ എന്നിവരായിരുന്നു മാതാപിതാക്കൾ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ശ്രീനിവാസ അയ്യങ്കാർ രാമാനുജൻ എന്നായിരുന്നു. പഠനകാലത്ത് ഗണിതത്തിൽ എന്നും ഒന്നാമനായിരുന്നു രാമാനുജൻ. എന്നാൽ മറ്റു വിഷയങ്ങളിൽ അദ്ദേഹം അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിന് കോളേജ് പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഗണിതശാസ്ത്രത്തിൽ ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടും സ്വയം പ്രയത്നങ്ങളിലൂടെ ഗണിത വിശകലനം, സംഖ്യാസിദ്ധാന്തം, അനന്തശ്രേണി, തുടർച്ചാ ഭിന്നങ്ങൾ എന്നീ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ അദ്ദേഹം നൽകി. രാമാനുജന്റെ ഗണിതത്തിലുള്ള അപാര കഴിവുകൾ കണ്ട് പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ GH ഹാർഡി അദ്ദേഹത്തെ കേംബ്രിഡ്ജ് സർവകലാശാലയിലേക്ക് ക്ഷണിച്ചു. അവിടെ വെച്ച് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കി. രാമാനുജന്റെ കണ്ടുപിടുത്തങ്ങളിൽ പ്രധാനിയായ 1529 എന്ന സംഖ്യ രാമാനുജ സംഖ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. ഹാർഡി രാമാനുജനെ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാഭാവിക പ്രതിഭ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. തൻ്റെ സിദ്ധാന്തങ്ങളും സൂത്രവാക്യങ്ങളും ഉൾക്കൊള്ളിച്ച് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. 1920 ഏപ്രിൽ 26 32-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അസാധാരണമായ ഗണിതശാസ്ത്ര പ്രതിഭയുടെയും അർപ്പണബോധത്തിൻ്റെയും പ്രതീകമായി അദ്ദേഹം ഇന്നും നിലനിൽക്കുന്നു. 2012 മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.